വിശ്വാസികൾ ഇന്ത്യയിലുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ വീക്ഷണങ്ങളും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ പൊതുവായി ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അതിനെ നാം സംക്ഷിപ്തമായി സംക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് നാലായി അതിനെ തരംതിരിക്കാൻ കഴിയും. അതിലൊന്ന് ഫാസിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണമാണ്, മറ്റൊന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ വീക്ഷണമാണ്, മൂന്നാമത്തേത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണവും, നാലാമത്തേത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ലീഗ് രാഷ്ട്രീയവുമാണ്. ഈ നാല് സംക്ഷേപങ്ങളെ നാം ഓരോന്നായി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നമ്മൾ എടുക്കുക. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് എതിർക്കുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിന്റെ ഏറ്റവും ലളിതമായ മാനത്തിൽ പോലും അംഗീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം നേരത്തെ ഇവിടെ ഗഫൂർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നാം വിശ്വാസികളായ ഒരു സമൂഹമാണ്. വിശ്വാസികളായ ഒരു സമൂഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാനോ സാധ്യമാണോ എന്നതിനെ കുറിച്ച് കൂലങ്കഷമായ ചർച്ചകൾ ഇന്ന് ഈ മാറിയ ലോകക്രമത്തിലും കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്കെതിരല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് സങ്കല്പങ്ങളെയും തത്വങ്ങളെയും ഒക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ലേഖനങ്ങളും റിസർച്ച് പേപ്പറുകളും പ്രസിദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ എന്താണ് വസ്തുത? ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി രാജിയാകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദാർശനിക പ്രമാണങ്ങൾ നൽകുന്ന മറുപടി, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ നൽകിയ മറുപടി, അതാണ് നമ്മൾ ഒന്നാമതായി പരിശോധിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ലോകത്തിന് തന്നെ മാതൃകയായി, കമ്മ്യൂണിസ്റ്റ് ലോകത്തിന് തന്നെ മാതൃകയായി ഉയർത്തി കാണിക്കാറുള്ള സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം എഴുതിയിട്ടുള്ള സാംസ്കാരിക വിപ്ലവം, മതം, മാർക്സിസം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 52ാമത്തെ പേജിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഭൗതികവാദിയായിരിക്കണം, അതായത് മതത്തിന്റെ ശത്രു. നാം മതത്തോട് ഏറ്റുമുട്ടണം, അതാണ് കമ്മ്യൂണിസത്തിന്റെയും തൽഫലമായി മാർക്സിസത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് CPM-ന്റെ ആധികാരിക പുസ്തക പ്രസിദ്ധീകരണശാലയായ ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സാംസ്കാരിക വിപ്ലവം, മതം, മാർക്സിസം എന്ന പുസ്തകത്തിൽ എഴുതിവിടുന്നു. എങ്ങനെയാണ് നമുക്കിത് അംഗീകരിക്കാൻ കഴിയുക? 2004 ജൂണിലക്കം ചിന്താവാരികയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി സഖാവ് VS അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പറയുന്നു, നമുക്ക് നിരീശ്വരവാദികൾക്കല്ലാതെ മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധ്യമല്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുവാൻ സാധിക്കുക? അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി നൈതിക രാഷ്ട്രീയത്തിന്റെ രംഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഞാനതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച, വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് തൊഴിലാളി വർഗത്തെ വിസ്മരിച്ചുകൊണ്ട്, അടിസ്ഥാന വർഗത്തെ വിസ്മരിച്ചുകൊണ്ടാണ് അവരിന്ന് സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്വത്തിന്റെയും പാത സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന ഒരുതരം കോർപ്പറേറ്റ് പ്രസ്ഥാനമായി മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അധപ്പതിച്ചു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്ത് എല്ലാ കാലത്തും തൊഴിലാളി വർഗത്തെക്കാൾ എക്കാലഘട്ടങ്ങളിലും 10 മടങ്ങ് ആളുകളുണ്ടായിരുന്നത് തൊഴിലില്ലാ പടയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് തൊഴിലില്ലാ പടയാണ്. കേരളത്തിലും അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് കൊട്ടിഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ പതിനായിരക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ഒരു തൊഴിലന്വേഷിക്കാൻ വേണ്ടി PSC പരീക്ഷകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കുമ്പോ ഇവിടെ സമ്പന്നന്മാർക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്ന നാറുന്ന കഥകളാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൈതൃകമായി അവശേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുതലാളിത്ത വർഗത്തിന് വേണ്ടി നിങ്ങൾക്കറിയാം, ഒഞ്ചിയം പോലുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന ഒഞ്ചിയം പോലുള്ള പ്രദേശങ്ങളിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്നിന് പോലും തികയാത്ത രീതിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഒഞ്ചിയന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. ഏതായിരുന്നു ഒഞ്ചിയം? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് മാത്രമായിരുന്നില്ല ഒഞ്ചിയം. നേരെ മറിച്ച് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി 10ഓളം തീര രക്തസാക്ഷികളുടെ തുടിക്കുന്ന യൗവനം വിപ്ലവ കേരളത്തിനു വേണ്ടി സമർപ്പിച്ച ധീരന്മാരുടെ നാടായിരുന്നു ഒഞ്ചിയം. ആ ഒഞ്ചിയത്ത്
ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു സഖാവ് മണ്ടോടി കണ്ണൻ. 1948 ഒഞ്ചിയം പ്രദേശത്ത് നടന്ന വെടിവെപ്പിനോടനുബന്ധിച്ചുണ്ടായ സമരത്തിന്റെ ഭാഗമായി മണ്ടോടി കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, ഭീകരമായി തേർവാഴ്ചയ്ക്ക് വിധേയമാക്കി. അവസാനം ശരീരത്തിൽ നിന്നിങ്ങനെ രക്തം ധാരധാരയായി ഒഴുകുന്ന ഘട്ടത്തിൽ ആ രക്തത്തുള്ളികൾ കൈവിരൽ മുക്കി വടകര സബ് ജയിലിന്റെ ചുമരിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു ധീരതയുടെ ഇതിഹാസം രചിച്ച സഖാവ് മണ്ടോടി കണ്ണന്റെ നാട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മണ്ണടിഞ്ഞു പോയിരിക്കുന്നു. എന്തേ കാരണം? അവർ ഇന്ന് അടിസ്ഥാന വർഗത്തോട് കൂറുപുലർത്താത്ത പ്രസ്ഥാനമായി മാറി. അതുപോലെ തന്നെ നന്ദിഗ്രാമിൽ പാവപ്പെട്ട കർഷകരെയല്ലേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം കർഷകരെ വെടിവെച്ചു വീഴ്ത്തി. ഏതായിരുന്നു ബംഗാൾ? അവിഭക്ത ബംഗാളിന്റെ വിപ്ലവ മഹാകവി ഖാദി നസറുൽ ഇസ്ലാമിന്റെ അഗ്നിവീണയിൽ നിന്ന് അടർന്നു വീണ തീപ്പാട്ടുകളെ മോചന സമരത്തിന്റെ വീരഗാഥയാക്കി മാറ്റിയ നാടൻ കൃഷിക്കാരന്റെ കർമ്മക്ഷേത്രമായ നന്ദിഗ്രാം ലോകത്താദ്യമായി റൊട്ടി കപ്പട ഔർ മക്കാൻ എന്ന ചരിത്ര പ്രസിദ്ധമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു സെമിന്ദാരി ദുഷ്പ്രഭുത്വത്തിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ സമരസജ്ജരാക്കിയപ്പോ ആ സേനാനിരയുടെ ഒന്നാം വരിയിൽ നിലയുറപ്പിച്ച പ്രിയപ്പെട്ട നന്ദിഗ്രാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഭീകരന്മാർ ഉതിർത്തുവിട്ട തീയുണ്ടകൾ ഹൃദയഭിത്തികളിൽ ഏറ്റുവാങ്ങി ധീരചരമം പ്രാപിച്ച പോരാട്ട ചരിത്രത്തിൽ രക്താക്ഷരി കൊണ്ട് തിലകം ചാർത്തിയ നന്ദിഗ്രാമിലെ പാവപ്പെട്ട കർഷകരെയും അതേപോലെ തന്നെ നിരാലംബമായ കുടുംബത്തെയും സന്ദർശിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ കരസ്പർശം നൽകുവാൻ അഭിവന്യനായ ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ നന്ദിഗ്രാം സന്ദർശിച്ചപ്പോ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് അഭിവന്യനായ ബനാത്തുവാല സാഹിബിനോട് നന്ദിഗ്രാമിലെ പാവപ്പെട്ട മുസ്ലിം കർഷകർ പറഞ്ഞത്, ഈ പിശാചുക്കളിൽ നിന്ന് ഞങ്ങൾക്കൊരഭയം നൽകണമേ, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ബനാത്തുവാല സാഹിബിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച കരളലിയിക്കുന്നതായിരുന്നു. എന്തേ കാരണം? മാർക്സിസ്റ്റ് പാർട്ടി എവിടെ? മുതലാളിത്തത്തെയും സാമ്രാജ്യത്വത്തെയും എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിത്ത ഗ്രൂപ്പുകളിലൊന്നായ സലീം ഗ്രൂപ്പിന് വേണ്ടി പാവപ്പെട്ടവരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തി. മറ്റൊരു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിമാരുടെ കൂട്ടത്തിൽ ഒരാളായ ടാറ്റയ്ക്ക് വേണ്ടി സിംഗൂരിൽ അവർ പാവപ്പെട്ട കർഷകരെ ആട്ടിയോടിച്ചു. ഇങ്ങനെ തങ്ങളുടെ നൈതികമായ രാഷ്ട്രീയത്തിൽ പിന്മടക്കം ആരംഭിച്ചിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി. അതുപോലെ തന്നെ കേരളത്തിന്റെ മണ്ണിൽ, ഞാനത് സമയമുണ്ടെങ്കിൽ പിന്നീട് വരാം. അതേപോലെ തന്നെ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പുരോഗതിയാണോ കേരളത്തിൽ? കഴിഞ്ഞ 60 വർഷക്കാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുക. ഒന്നാമത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 48 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് AKG ആയിരുന്നു. ആ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് 2010 എത്തി നിൽക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ച കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. അവരിന്ന് ലോക്സഭയിൽ 8 MP-മാരായി മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു. 60 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടും ഇന്ത്യയിലെ 10% തൊഴിലാളി വർഗത്തെ പോലും തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കടന്നു വരാം. മറ്റൊന്ന് ഫാസിസ്റ്റ് രാഷ്ട്രീയ വീക്ഷണമാണ്.